ഹലോ, ഞങ്ങളിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും ജസ്റ്റ് വാക്ക് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന 4 സെൻറ്റിൽ 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായി വരുന്ന വീടിൻ്റെ വിശേഷവുമായിട്ടാണ്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 3 കിലോമീറ്റർ ദൂരവും, കളക്ട്രേറ്റിലേക്ക് 1 കിലോമീറ്റർ ദൂരവും, സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്റർ ദൂരവും, കുസാറ്റിലേക്ക് 3 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. മനോഹരമായ ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. ഏതൊരു വലിയ വാഹനവും ഈസി കടന്നു വരാവുന്ന നല്ല വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡാണ്. ധാരാളം വീടുകളെല്ലാമുള്ള ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് വരുന്നെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് വരാനുണ്ട്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ ലഭ്യമാണ്. നമുക്ക് ചുറ്റും അതിലെല്ലാം കാണാം. നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു എലവേഷനിലാണ് വീടിൻ്റെ നിർമ്മാണം. ധാരാളം ക്ലാഡിങ് സ്റ്റോണെല്ലാം നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചെറിയൊരു ഗാർഡൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. വലിയ 2 SUV മോഡൽ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഡോറ് മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഡബിൾ ഹൈറ്റിൽ നൽകിയൊരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. സ്റ്റോറേജ് സൗകര്യം നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ്, നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് നൽകി ഒരു പർഗോളയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ധാരാളം വെളിച്ചം എപ്പോഴും നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് ഈ ലിവിങ് സ്പേസിലേക്കും ഡൈനിങ് സ്പേസിലേക്കെല്ലാം ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയ ഉണ്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ആണ്. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 10-12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു ഭാഗം ഓപ്പണായി ടഫൻ ഗ്ലാസ് എല്ലാം നൽകി സ്ലൈഡിങ് ഡോറ് നൽകിയിരിക്കുന്നു. മനോഹരമായൊരു കിച്ചൺ, ഓപ്പൺ കിച്ചൺ ഈ വീടിന് അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ വർക്കുകളിൽ നല്ല ശ്രദ്ധ നൽകി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സ്റ്റോറേജ് സൗകര്യത്തിൽ ബിൽഡർ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെയാണ് ഈ കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. ഈ കിച്ചണിൻ്റെ ഒരു ദിക്ക് വരുന്നത് കിഴക്കോട്ടാണ് കേട്ടോ. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് പ്രൊഫൈൽ ലൈറ്റുകൾ, സിലിണ്ടർ ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം സെറ്റ് ബാക്ക് സൈഡും ലഭിക്കുന്നുണ്ട്. ചെറിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് ധാരാളമായി തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. മാത്രമല്ല വാൾഡ്രോ സൗകര്യം നൽകിയിട്ടുണ്ട്. വലിയൊരു മിറർ വരാനുണ്ട്. ബാത്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂമിൻ്റെ നിർമ്മാണം. മനോഹരമായ ബാത്റൂം. മൊറോക്കൻ ടൈലുകളെല്ലാം നൽകിയിട്ടുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെയാണ് ഇതിൻ്റെ ഓരോരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. തീർത്തും ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് കേട്ടോ ഈ വീട് നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോ സൗകര്യം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. മൊറോക്കൻ ടൈലുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മിറർ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടാലോ. ഒതുങ്ങിയ രീതിയിലൊരു കോർണറിൽ നിന്നാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാൻഡിലിവർ സ്റ്റെയർകേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് വിത്ത് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡിലിനായി സ്ക്വയർ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഷാൻഡിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിരിക്കുന്നു. ടഫൻ ഗ്ലാസ് ആണ് ഈ സൈഡ് വാളുകളിൽ നൽകിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെളിച്ചം എപ്പോഴും നമുക്ക് ഈ വീടിനകത്തേക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല നല്ല ഒരു സ്പേഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വീട്ടിലേക്ക് കയറിയാൽ തന്നെ. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഒരു TV യൂണിറ്റ് എല്ലാം നൽകി ചെറിയൊരു ഫാമിലി ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സൈഡ് വിൻഡോ ടഫൻ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. കയറിച്ചെല്ലാം നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക്. 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വളരെ സൗകര്യം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ സിമ്പിളായി തന്നെ ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് കേട്ടോ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും യൂസ് ചെയ്തിരിക്കുന്നത്. കജാരിയ ബ്രാൻഡാണ് ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ്. ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. മനോഹരമായ ബെഡ്റൂം. കയറിച്ചെല്ലാം നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഒരു ബേ വിൻഡോ നൽകിയിരിക്കുന്നു. മാത്രമല്ല സ്റ്റോറേജ് സൗകര്യം, ബേ വിൻഡോയുടെ അടിഭാഗത്തായി സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം അഡീഷണൽ വേറെ നൽകിയിരിക്കുന്നു. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ബാൽക്കണിയും അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇവിടെയും കൊടുത്തിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ ബെഡ്റൂമിൽ നിന്ന് കിടക്കാവുന്ന വിധത്തിലും മറ്റൊന്ന് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് കിടക്കാവുന്ന വിധത്തിലുമാണ് ഈ ബാൽക്കണികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി അവൈലബിൾ ആണ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. 4 സെൻറ്റിൽ 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ആയി വരുന്ന ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരത്തായും, കളക്ട്രേറ്റിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തായും, കുസാറ്റിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തായും, സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തുമായാണ്. ഈ വീടിൻ്റെ വില വരുന്നത് 1,38,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.